എല്ലാവർക്കും നമസ്കാരം. ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പരിചയപ്പെടുന്ന വീട് എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തായിട്ട് ഉക്കാട്ടുപടിക്ക് സമീപം മലയടംതുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് വിൽപ്പനക്ക് വന്നിട്ടുള്ളത്. 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 750 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. 4 ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമായാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗേറ്റ് കൊടുത്തിരിക്കുന്നത് GI ഷീറ്റിലും സ്ക്വയർ ട്യൂബിലൊക്കെ ആയിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. CNC കട്ടിംഗ് ഒക്കെ ചെയ്ത് മനോഹരമായാണ് ഗേറ്റ് പണിതിട്ടുള്ളത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ മുറ്റത്തേക്കാണ്. ഇവിടെ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ ഇവിടെയും ഒരു ചെറിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടും. നാനോ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം ഇവിടെയും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് കിണർ വെള്ളമാണ്. ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു പ്രദേശത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. സൈഡിലായി ഇഷ്ടം പോലെ സ്ഥലം ഇവിടെ ഉണ്ട്. നമുക്കിനി വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. പൂർണ്ണമായും ഗ്രാനൈറ്റിലാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. ആഞ്ഞിലി, മഹാഗണി മരങ്ങളിലാണ് മരവുരുപ്പടികൾ പണിതിട്ടുള്ളത്. ഡോറൊക്കെ മഹാഗണിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കട്ടില വരുന്നത് ആഞ്ഞിലിയിലാണ്. ഫ്രണ്ട് സിറ്റൗട്ടിൽ തന്നെ 3 വാളിയുടെ ഫ്രഞ്ച് വിൻഡോയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പില്ലറിലെല്ലാം ടെക്സ്ചർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ വിസിറ്റിംഗ് റൂമിലേക്കാണ്. സീലിംഗിൽ ജിപ്സം ഡിസൈനും LED ലൈറ്റും LED സ്ട്രിപ്പ് കൊടുത്ത് മനോഹരമായാണ് സീലിംഗ് പണിതിട്ടുള്ളത്. അത്യാവശ്യം സ്ഥല സൗകര്യമുള്ളൊരു വിസിറ്റിംഗ് റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് ഡൈനിങ് റൂം കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് റൂമിൻ്റെയും വിസിറ്റിംഗ് റൂമിൻ്റെയും സൈഡിലായി ഒതുക്കിയാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത്. വാഷ് ബേസിൻ്റെ അടിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നമ്മളിനി കാണാൻ പോകുന്ന ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണ്. വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സീലിങ്ങിൽ LED ലൈറ്റും ജിപ്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. 5ഓളം ജനലുകളാണ് ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത്. 3 പാളിയുടെ ഒരു ജനലും ഒറ്റ പാളിയുടെ 2 ജനലുമാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. വൈറ്റ് കളറിലെ ടൈലുകളാണ് ഈ വീട്ടിൽ ഫ്ലോറിങ്ങായിട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം നോക്കാം. PVCയിലാണ് ബാത്റൂമിൻ്റെ ഡോറ് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂം കാണാം. അതിന് മുമ്പായിട്ട് സ്റ്റെയറിൻ്റെ അടിയിൽ വലിയ കബോർഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇൻവെർട്ടറൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. വലിയ കബോർഡ് വർക്കാണ് ചെയ്തത്. ഇതിന് 4 ഡോറുകളുണ്ട് ഇവിടെ.
നമുക്കിനി താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കാണാം. ആദ്യം കണ്ട ബെഡ്റൂമിനെക്കാട്ടിയും അല്പം ചെറിയൊരു ബെഡ്റൂമാണിത്. ഇവിടെയും 5ഓളം ജനലുകൾ കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിൽ LED ലൈറ്റും പ്രൊഫൈൽ സ്ട്രിപ്പും LED ഒക്കെ കൊടുത്താണ് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം നോക്കാം. ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ അടുക്കള. നല്ല സൗകര്യമുള്ള ഒരു അടുക്കളയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെയും മുകളിലുമായി മൾട്ടിവുഡിലാണ് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുള്ളത്. അടുക്കളയുടെ ഡോർ തുറന്ന് ഇവിടെ ഒരു വർക്ക് ഏരിയ പണിയാനുള്ള സൗകര്യം സ്ഥലം ഇവിടെ ഉണ്ട്. നാല് സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. നല്ല സൗകര്യമുള്ള വീടാണ്. വിലയും കുറവാണ് ഈ വീടിൻ്റെ. നമുക്കിനി ഈ വീടിൻ്റെ മുകളിൽ കഴിച്ചുകൊള്ളാം. സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് ടൈലിലാണ്. സൈഡിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടൊരു പർഗോളയും കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ മുകളിലെ കാഴ്ചകൾ കാണാൻ കഴിയും. വീടിൻ്റെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെയും സീലിംഗിൽ LED ലൈറ്റ് ജിപ്സം ഡിസൈൻ ചെയ്ത് കൊടുത്താണ് പണിതിട്ടുള്ളത്. മുകളിലും വൈറ്റ് കളറിലെ ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റിൽ ഗ്രേ കളറിലെ ഡിസൈനുള്ള ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വലിയൊരു അപ്പർ ലിവിംഗ് സ്പേസാണ് ഇവിടെ കിട്ടുന്നത്. ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കാഴ്ചകൾ കാണാം. ഇവിടെയും LED ലൈറ്റും കൊടുത്താണ് സീലിംഗ് കൊടുത്തിട്ടുള്ളത്. 5ഓളം ജനലുകൾ ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. 3 വാളിയുടെ ഒരു ജനലും ഒറ്റപ്പാളിയുടെ 2 ജനലുകളും കൊടുത്തിട്ടുള്ളത്. ഇവിടെയും വൈറ്റ് കളറിലെ ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത്. വലിയൊരു ബെഡ്റൂമാണിത്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. വൈറ്റ് കളറിലെ ടൈലുകളാണ് ബാത്റൂമിൻ്റെ വാളിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിങ്ങിന് ഗ്രേ കളറിലെ ടൈലാണ്. നമുക്കിനി മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം. ഇവിടെയും സീലിംഗിൽ LED ലൈറ്റുകൾ കൊടുത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിലും 5ഓളം ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ജനലിൻ്റെ പൈപ്പുകളെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ള പൈപ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. ഇവിടെയും വൈറ്റ് കളറിലെ ടൈലുകളാണ് വാൾ ടൈലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഗ്രേ കളറിലെ ഫ്ലോറിംഗ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയാണ്. ഇവിടെയായിട്ടാണ് ബാൽക്കണി കൊടുത്തിട്ടുള്ളത്. 5 വീടുകളാണ് ഈ ജില്ലയിൽ ഇനി കൊടുക്കാൻ ഉള്ളത്. ഒരു വീട് സെയിലായിട്ടുണ്ട്. ബാൽക്കണിയുടെ സൈഡിൽ സ്റ്റെയിൻലെസ് സ്റ്റീലും
ഗ്ലാസ് കൊടുത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഉണ്ട് ഈ വീട്ടിലെ കാഴ്ചകൾ. ഇവിടെ സൈഡിലായിട്ട് ഈ യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിട്ടുണ്ട്. കവേർഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയയാണ്. വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ആലുവായിലേക്ക് 7 കിലോമീറ്ററും പെരുമ്പാവൂരിലേക്ക് 8 കിലോമീറ്ററും പുക്കാട്ടുപടി സമാരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നേരിൽ കാണുവാനും ഓണറുമായി സംസാരിക്കാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളത് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്ന വില 47 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. യാതൊരുവിധ കമ്മീഷനും കൂടാതെ ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.